കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തരുന്ന ആലോചനകളാണ് എല്ലാ ബുധനാഴ്ചകളിലും പ്രാർത്ഥനയോടെ നൽകുന്നത്. എഫേസ് ലേഖനമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ ആ മേഖലയിലോട്ട് കടക്കാതെ അടുത്ത ബുധനാഴ്ചയിലേക്ക് വചന ശുശ്രൂഷ മാറ്റിവെക്കുകയാണ്. എന്നാലും പരിശുദ്ധാത്മാവ് എനിക്ക് കുറച്ച് ആലോചനകൾ പ്രാർത്ഥനയിലും ഇപ്പോഴും നൽകിയത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാവരും ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തന്മാരിലൂടെ ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളോട് വളരെ വ്യക്തമായി ഇടപെടണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ലബാർത്തൽ പ്രബാല ശാധരബാല ഹസ്തല ജാന റമസ്ബി അൻതൽ പ്രബാർത്തലാദ രക്ഷനാദല ലഖോറ്റാ ലമാസി അൻതൽ പ്രബർത്തനാദ രക്ഷനാ ലബർത്തൽ പ്രബാ. പിതാവേ, ഞങ്ങൾ ചേർന്ന് വരുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ജീവനായി മാറണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വിടുതലായി മാറണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിക്കുന്ന എല്ലാ ആലോചനകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ജനം നിൻ്റേത്. ഈ ജനം പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകലും നിറയപ്പെടും. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളവരെ ബ്ലെസ് ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. കർത്താവേ, നീ അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. 2 സന്ദേശങ്ങളാണ് ദൈവത്തിൻ്റെ ഞാൻ പറഞ്ഞത് കേൾക്കാവോ? എനിക്കിവിടെ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ 2 സന്ദേശങ്ങളാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധ്യാനിക്കുകയല്ല, പ്രാർത്ഥനയിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ദൈവശബ്ദമാണ് റജി പാസ്റ്റർ, പ്രാരംഭത്തിൽ കൊച്ചോം പാസ്റ്റർ, അനന്തരം സെബാസ്റ്റ്യൻ പാസ്റ്റർ നൽകിക്കൊണ്ടിരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കരം ചിലരുടെ മേൽ വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം വരുമ്പോൾ ഓർക്കുക, നിനക്കൊരു പുറപ്പാടുണ്ട്. എത്ര ഒരു നാമയും പറഞ്ഞതിനെ സ്വീകരിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ പുറപ്പാടല്ല, ജീവനില്ലാത്തതിനെ ജീവിപ്പിക്കുന്ന പുറപ്പാടാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആ ദൂതനെ സ്വീകരിച്ചു. അങ്ങനെ ഒരു പുറപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നയിക്കാൻ പോവുകയാണ്. വളരെ ഗൗരവമായിട്ടൊരു ശബ്ദമാണ് പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ കേൾപ്പിച്ചത്. യഹോവയുടെ കൈ യെഹെസ്കേലിൻ്റെ മേൽ വന്നപ്പോൾ ആത്മാവ് അവനെ പുറപ്പെടുവിച്ചു. പക്ഷെ ഞാൻ റജി പാസ്റ്റർ മെസ്സേജ് പറയുന്നവരെ ഞാൻ ചിന്തിച്ചത്, എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചത് യെഹെസ്കേല് തന്നെ നടന്നെന്ന്. പക്ഷെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു യെഹെസ്കേലിനെ നടക്കുമാറാക്കി. വിശ്വസിക്കുന്നവർ ആ ദൂതിനെ നന്നായിട്ടൊന്ന് സ്വീകരിച്ചോ. ദൈവം നിന്നെ നടക്കുമാറാക്കുന്ന, നിനക്കറിയില്ല പലതും, പക്ഷെ ആത്മാവ് ചെയ്യിപ്പിക്കാൻ പോകുകയാ. ആ ദൂത് പറയുമ്പോൾ ചിലരുടെ മേൽ എന്തൊക്കെയോ പരിശുദ്ധാത്മാവ് പതിപ്പിക്കുന്നു. അധികാരത്തോടെ ആത്മാവ് ഇടപെടുന്നു. ഈ ദൂതിന് വിരോധമായി നിൽക്കുന്ന ശത്രു വെച്ച സകല കെണികളെയും ഇപ്പോൾ ആത്മാവിൽ പൊട്ടിക്കുന്നു. കരമടിച്ച് അന്യഭാഷകളിൽ ആ ദൂതിനെ സ്വീകരിക്കുക. അന്യഭാഷകളിൽ അർധുനി അൽമാ സന്തുൽ ഖഡഗജന ഹസ്തല മാർത്തൽ പ്രബാല അധുനി ജാന ഹസ്മിയ ചലപ്രഭ. വിശ്വസിക്കുന്നവരോട് ആത്മാവ് ഇടപെടുന്നു. നിനക്കൊരു പുറപ്പാടുണ്ട്. എന്തിന്റെ പുറപ്പാടാ? ഏകയായി നീ പുറപ്പെടും. നീ മടങ്ങി വരുന്നത് ഒരു സൈന്യമായിട്ടായിരിക്കും. കമോൺ, നീ പുറപ്പെടുന്നത് ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ നിന്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ ഗ്ലാഡ്സനും ആ ദൂതനെ ഏറ്റെടുക്കുന്നു. കർത്താവേ, പോരാ. ഇന്ന് ഒറ്റയ്ക്ക് പോരാടുന്നവർ, ഇന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ, ഇന്ന് ഒറ്റയ്ക്ക് ഉപവസിക്കുന്നവർ, നിനക്കുള്ളൊരു ദൂതാണ്. കമോൺ, നിന്റെ വീടിനകത്ത് നീ ഒറ്റയ്ക്കേ ഉള്ളോ. അടുത്തൊരു തലമുറ കൂടെ നിൽക്കാൻ പോകുകയാ. ഈ ദൂത ഓൺലൈൻ ഇരിക്കുന്ന ചിലരുടെ മേൽ ആത്മാവ് പതിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് നീ മുഴങ്കാൽ മടക്കി, ഒറ്റയ്ക്ക് നീ കരഞ്ഞു, ഒറ്റയ്ക്ക് നീ യേശുവേ എന്ന് വിളിച്ചു. പക്ഷെ നിന്റെ കൂടെ ഒരു സൈന്യം പോലെ നിനക്ക് വേണ്ടി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന്.
ആത്മാവ് ഇടപെടുന്നു. നീ ഒന്ന് ചുറ്റി, പക്ഷെ നീ തളരരുത്. വീണ്ടും ദൈവം നിന്നെ ചുറ്റിക്കും. നീ ഒതുങ്ങരുത്. വീണ്ടും നീ അതേ സ്ഥലത്തൂടെ യാത്ര ചെയ്യും. നീ വിഷമിക്കരുത്. അതിന്റെ നടുവിലൊരു ജീവൻ വ്യാപരിക്കാൻ പോകയാ. വീഴുന്നു ഈ ദൂത്. ചില വീടുകൾക്കകത്തോട്ട് വീഴുന്നു. മരണശാപങ്ങളെ പൊട്ടിക്കുന്ന, അസ്ഥി കൂമ്പാരങ്ങളെ ഇളക്കുന്ന. ദൂത് പിടിക്ക. ആ ദൂതിനെ അങ്ങനെ തന്നെ സ്വീകരിക്ക. നീ നടന്ന വഴി ഇപ്പോൾ ശൂന്യമാണ്, പക്ഷെ ആ വഴി ജീവന്റെ വഴിയായി മാറാൻ പോകയാ. നീ ചുറ്റിയപ്പോൾ കളിയാക്കാൻ 100 പേര്, നീ ചുറ്റിത്തിരിഞ്ഞപ്പോൾ നിനക്കെതിരെ അപവാദം പറയാൻ 1000 പേര്. പക്ഷെ പിശാച് നീ കാണാ ഒരു സൈന്യം. ഇസ്രായേൽ ജനത്തിനു വേണ്ടി കൈമാറിയ ദൂത് ഇന്ന് കുരിശിൽ എഴുന്നേറ്റ് നിന്നോ സ്തുതിക്കുന്ന, ഇരുന്നാരാധിക്കുന്ന നിന്റെ മീതെ ദൈവാത്മാവ് പതിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് പോരാടിയ നീ റിസൾട്ട് കാണാൻ പോകയാ. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച നീ റിസൾട്ട് കാണാൻ പോകയാ. ഒറ്റയ്ക്ക് നിലവിളിച്ച നീ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ ആത്മാവ് ചിലർക്ക് അഭിഷേകം തരികയാണ്. അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ ആത്മാവ് ചിലർക്ക് ദൂത് തരികയാണ്. എന്താണ് പുതിയ നിയമത്തിലെ അസ്ഥി? നിർജീവത്വമായി കിടക്കുന്ന, ഇനി മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥന വിഷയം ഉപേക്ഷിച്ച ചില വിഷയങ്ങൾക്ക് അനക്കം തട്ടുന്ന പകല്. സ്വീകരിക്കും മക്കളെ, സ്വീകരിക്ക. ഈ ദൂതിനെ ശ്രദ്ധിക്കാതിരിക്കുന്നവർ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ നിനക്കുള്ള ദൂതാണ്. നീ നിന്നാൽ ചരിത്രം മാറും. നീ നിന്നാൽ നിനക്ക് യുദ്ധത്തിൽ ജയമുണ്ട്. നീ നിന്നാൽ അസ്ഥി താഴ്വര സൈന്യമായി മാറിയിരിക്കും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. ഈ ദൂത് നിന്റെ വീട്ടിലേക്ക് അയക്കുക. ഈ ദൂത് നിന്റെ ശുശ്രൂഷയിലേക്ക് അയക്കുക. ഈ ദൂത് നിന്റെ തലമുറകളുടെ മേൽ അയക്കുക. ഈ ദൂത് നിന്റെ ആരോഗ്യത്തിന്റെ മേൽ അയക്കുക. ഈ ദൂത് നിന്റെ ഉപജീവനത്തിന്റെ മേൽ അയക്കുക. ഈ ദൂത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അയക്കുക. ദേശത്തിൽ വിളങ്ങിടും പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. അപ്പാ പിതാവേ നിന്നെ അപഹരിക്കാൻ വന്ന പ്രശ്നങ്ങൾ, നിനക്കെതിരെ നിന്ന പ്രശ്നങ്ങൾ നിന്റെ കാഴ്ചവട്ടിൽ പതിഞ്ഞിട്ട് അതിന്റെ മറുപടികൾ വെളിപ്പെടാൻ പോകുന്നു. ജീവൻ ജീവൻ ജീവൻ. നിന്റെ മിനിസ്ട്രി മരണത്തിന്റെ മിനിസ്ട്രി അല്ല. നിന്റെ ജീവൻ, നിന്റെ മിനിസ്ട്രി, നിന്റെ മേൽ കിടക്കുന്ന ജീവൻ തലമുറകളുടെ മേൽ പകരുന്ന ശുശ്രൂഷ, ജീവന്റെ മിനിസ്ട്രി, ലൈഫ് കൈമാറുന്ന മിനിസ്ട്രി, മരണം വിധിച്ചതിനെ തിരിച്ചു പിടിക്കുന്ന മിനിസ്ട്രി, അസ്ഥി താഴ്വരകൾ സൈന്യമാക്കുന്ന മിനിസ്ട്രി. അടുത്ത കുറെ വർഷങ്ങൾ നിനക്ക് ഓടാനുള്ളത്, അടുത്ത കുറെ വർഷങ്ങൾ നിനക്ക് ഓടാനുള്ളത് ഈ ആത്മതലത്തിൽ കർത്താവ് തൊടുകയാണ്.
ദൈവത്തിന്റെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നതുപോലെ ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഭുജം ചിലരുടെ തലയ്ക്കു മേൽ വന്ന് പതിയുന്നു, 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 പതിയുന്നു. നിനക്ക് ഊതാനൊരു അഭിഷേകം, നിനക്ക് പ്രവചിക്കാനൊരു അഭിഷേകം, നിനക്ക് പുറത്തു കൊണ്ടുവരാനൊരു അഭിഷേകം. അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, Lord, I worship you. I worship you. Lord, I worship you. Lord, I worship you. I worship you. Lord, I worship you. Lord, I worship you. I worship you. Lord, I worship you. Lord, I worship you. I worship you. Hallelujah. 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 Oh, hallelujah. സെബാസ്റ്റ്യൻ പാസ്റ്റർ പറഞ്ഞ ഒരു ദർശനമില്ലേ, അത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണം നീരൊഴുകി. കുഞ്ഞു കുട്ടികൾ വരെ പ്രവചിക്കും. ആത്മസാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റാതെ നിലത്ത് വീണ് ഉരുള്. എൻ്റെ സ്വപ്നം അത്, എൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥന അത്. ഒരു ഭൗതിക തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കരഞ്ഞത് ആത്മീയ തലമുറകൾ അഭിഷേകത്തിൽ കയറണം, പരിശുദ്ധാത്മ പൂർണ്ണരായി പുറത്തു വരണം. അത് നടക്കാൻ പോകുകയാ. ഈ ചർച്ചയകത്ത് മാത്രമല്ല, അന്തർദേശീയ നിലവാരത്തിൽ ഈ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പഠനമുറിയിൽ അഭിഷേകത്തെ പ്രാപിച്ച് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ പോലും പ്രസൻസ് അനുഭവിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? നിന്റെ തലമുറ നിൽക്കുന്ന സ്കൂളിൽ ഹെവി പ്രസൻസ് അടിക്കും. 2000, 1000, 10000 കുഞ്ഞുങ്ങൾ സാന്നിധ്യത്തിൽ. നിങ്ങളുടെ മക്കളുടെ മേൽ ഈ അഭിഷക്തന ദൂത് പറഞ്ഞപ്പോ ചില ഹൃദയങ്ങൾ ആത്മാവിൽ കത്തിയത് എനിക്ക് ഉറപ്പായിരുന്നു. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്ന ഹെവി പ്രസൻസ്, പരിശുദ്ധാത്മാവിനെ ടേസ്റ്റ് ചെയ്യുന്ന, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്ന, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. I love you, Holy Spirit. We love you, Holy Spirit. We need you, Holy Spirit. I love you, Holy Spirit, more than anything else and anyone else, Lord. We need more presence, Holy Spirit. പരിശുദ്ധാത്മാവേ, നീ വ്യക്തിയോ ഇറങ്ങി വരണമേ. എന്റെ കണ്ണിനെ തരുന്നു, എന്റെ കാതിനെ തരുന്നു, എന്റെ നാവിനെ തരുന്നു, എന്റെ വിരലുകളെ തരുന്നു, എന്റെ ഇന്ദ്രിയങ്ങളെ തരുന്നു. പരിശുദ്ധാത്മാവേ, നീ ടേക്ക് കൺട്രോൾ ചെയ്യണേ. ശവക്കുഴി തുറക്കുന്ന അഭിഷേകം,
നിഹിതന്മാരെ ജീവിപ്പിക്കുന്ന അഭിഷേകം. ഓ റസ്ബർത്തൽ പ്രബാല, എത്ര മണ്ണിന്റെ അടിയിൽ അസ്ഥികൾ മൂടിക്കിടന്നാലും ഒരഭിഷക്തൻ പ്രവചിക്കാൻ തുടങ്ങിയ, ഒരഭിഷക്തൻ പ്രവചിക്കാൻ തുടങ്ങിയ പ്രബാല. എലീശയുടെ ശവമിട്ട കുഴിക്കകത്ത് നിന്ന് അസ്ഥി കൂമ്പാരത്തിന്റെ ഇടയിൽ കിടന്ന ഒരു വ്യക്തിയുടെ അസ്ഥി ജീവൻ വെച്ച് പുറത്തു വന്നതുപോലെ നിന്നെ എറിയുന്ന കുഴി, നിന്നെ എഴുത്തെറിയുന്ന ചില മേഖലകളിൽ ഒരു ജീവൻ ചലിക്കാൻ പോകുകയാ. ആളുമാറ് പ്രസൻസിൽ മൂവ് ചെയ്യാൻ പറ്റാതെ നിനക്ക് ലഭ്യമാകുന്ന നന്മയുടെ അളവല്ല ഇപ്പോൾ നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം. അതിനപ്പുറം കാണാൻ നിനക്ക് പറ്റണോ? നീ പ്രാർത്ഥിച്ചത് നിന്റെ കയ്യിൽ വന്നില്ലെങ്കിലോ പ്രാർത്ഥന കേൾക്കുന്നവൻ നിന്റെ അകത്ത് വസിക്കുകയാ. നിന്റെ വിഷയത്തിന്റെ വിടുതലിനേക്കാൾ വലുതാണ് എന്റെ ദൈവത്തിന്റെ മഹത്വം. നിന്റെ വിഷയത്തിന്റെ മറുപടിയേക്കാൾ വലുത് എന്റെ ദൈവത്തിന്റെ ഗ്ലോറി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ലാസർ ഉയർക്കുമെന്നല്ല, വിശ്വസിച്ചാൽ മരണത്തെ പൊട്ടിക്കുന്ന മഹത്വം നീ കാണും. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നു, എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. കടലാർത്തിരമ്പുന്ന ശബ്ദത്തോടെ കരങ്ങൾ രണ്ടും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് സമയം കൂടെ പ്രാർത്ഥനയോടെ ദിവസം ഇരുന്നാട്ടെ. സോ പ്രസൻസ്, വണ്ടർഫുൾ പ്രസൻസ് ഓഫ് ഗാഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. കുറച്ച് മിനിറ്റുകൾ ശാന്തമായിട്ടൊന്ന് രണ്ട് ദൈവശബ്ദം, സ്പാർക്കിംഗ് വരാതെയുള്ള ഒരു ദൈവശബ്ദം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റിമറിച്ച ഒരു വചനഭാഗമാണ് സെബാസ്റ്റ്യൻ പാസ്റ്റർ ഇന്ന് ശുശ്രൂഷിച്ചത്. എന്നോട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15 വർഷങ്ങൾക്ക് പിറകിൽ എന്നെ ബലപ്പെടുത്തിയ, അതെൻ്റെ ഒരു പ്രസംഗമല്ല, പക്ഷേ വ്യക്തിപരമായി എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ വചനമാണ് പാസ്റ്റർ എന്ന് പ്രസംഗിച്ചത്. എനിക്ക് നല്ല ഉറപ്പാണ്, മറ്റാരും അത് എടുത്തില്ലെങ്കിൽ എന്നോടുള്ള ദൂതായിരുന്നു ആ ദൂത്. ഈ ചർച്ചിനകത്തും പുറത്തും അഗ്നിയം ദൈവസഭയിലൊക്കെ
ആവർത്തിച്ച് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വചനമാണ് ഈ 1 കൊരിന്ത്യർ ലേഖനം 1 ദിനവൃത്താന്ത പുസ്തകം, 4-ാം അധ്യായം, എത്ര വാക്യം? 9-10 വാക്യങ്ങൾ വായിക്കാം. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും എൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എല്ലാവരും പറഞ്ഞില്ല, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇപ്പോൾ പറഞ്ഞവരോട് ഞാൻ പറയുക, നിങ്ങൾ എന്തോ അപേക്ഷിച്ചോ അത് ദൈവം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞാനത് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നു. ആ വചനം 1 ദിനവൃത്താന്ത പുസ്തകവും 2 ദിനവൃത്താന്ത പുസ്തകവും മുഴുവൻ വായിച്ചവർ സത്യസന്ധമായിട്ട് കൈ ഉയർത്തണം. 2, 3, 4, 5, 6, 7, 8, 9. ഞാൻ നിങ്ങളെ ഓണർ ചെയ്യുകയാണ്. കാരണം ഞാൻ മടുത്തുപോയൊരു പുസ്തകമാണത്. വായിക്കാതെ മാറ്റിവെച്ച പുസ്തകമാണ്. അപ്പോൾ നിങ്ങളെത്ര ശ്രേഷ്ഠരായി. നിങ്ങളുടെ ഇപ്പം കൈ ഉയർത്തിയവരുടെ പ്രത്യേക ഒരു ഗുണം എന്നറിയാമോ? അവർക്ക് ഭയങ്കര ഭാഷാശുദ്ധിയായിരിക്കും. കൈ ഉയർത്തിയവരുടെ കാര്യമാണ്. നമ്മുടെ കൈ ഉയർത്താത്ത നമ്മുടെ കാര്യമല്ല. കൈ ഉയർത്തിയ കാര്യം കടിച്ച പൊട്ടാത്ത വാക്കുകളും പേരുകളും അടങ്ങിയ ഒരു പുസ്തകമാണ് 1 ദിനവൃത്താന്ത പുസ്തകം. അതിനകത്ത് പ്രത്യേകത നിങ്ങൾക്കറിയാം. ജീനിയോളജി മുഴുവനും ലതയാൻ്റെ എന്താണെന്നറിയാവോ? ഇലമേൻ്റെ എന്താണെന്നറിയാവോ? വംശാവലിയ. ഇന്നാരുടെ ഇന്നാടെ മകൻ. അവസാനം നമുക്ക് തന്നെ അങ്ങ് വട്ടുപിടിക്കുക. സത്യമായിട്ടും ഞാനും ചിന്തിച്ചു, കർത്താവ് ഈ പേജ് മറിയുന്നില്ലല്ലോ, കുറേ നേരമല്ലോ വായിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഒന്നും പിടി കിട്ടുന്നില്ല. അപ്പോൾ ഈ 1 ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് 4-3 എന്താണ് പറഞ്ഞേ? വംശാവലി എന്ന് പറഞ്ഞേ, വംശാവലി. അപ്പം പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ചിലർ അന്തമില്ലാത്ത വംശാവലികൾക്ക് വേണ്ടി തർക്കിക്കാറുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാനിവിടെ പഠിപ്പിക്കാനിരിക്കുകയാണ് ബൈബിൾ ക്ലാസ്സിൽ. അത് തിമോഥെയോസിലെ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട്, ഇടയലേഖനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അന്തമില്ലാത്ത വംശാവലികൾ എന്ന് പറയുന്നൊരു സബ്ജക്റ്റുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ അന്തമില്ലാത്ത വംശാവലികൾക്ക് ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കുന്നവരുണ്ട്. ഇന്നും അതുണ്ട്, അല്ലേ? ഇന്നും അതുണ്ട്. ചിലരുടെ വീട്ടുപേര് പറയാൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? ചിലരുടെ വീട്ടുപേര് പറഞ്ഞാൽ ഇന്ന ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിലാണ് എന്ന് പറയാൻ വേണ്ടി അവരും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം അവരെ ചേർത്ത് വെക്കും. അന്നും അതുണ്ട്, ഇന്നും അതുണ്ട്. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. പക്ഷേ ഈ 1 ദിനവൃത്താന്ത പുസ്തകം ഇത്രയും വംശാവലികൾ രേഖപ്പെടുത്തി വെച്ചിട്ട് പരിശുദ്ധാത്മാവ് ചെയ്ത് കേൾക്കണോ? 2 വാക്യങ്ങളിൽ ഒരു ദൈവഭക്തൻ്റെ ചരിത്രം എഴുതി വച്ചേക്കുക. പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റത്തില്ല കേട്ടോ. ഇത്രയും വംശാവലികൾ ഇങ്ങനെ നീണ്ട് എഴുതിയിട്ട് എബ്ബേസിൻ്റെ കാര്യം വന്നപ്പോൾ വംശാവലിക്കല്ല പ്രാധാന്യം, എബ്ബേസിൻ്റെ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. കേട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ വാക്ക്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. 2 പേർക്കൊന്ന് കണ്ണെ നോക്കി കൈ കൊടുത്ത് പറ, അപേക്ഷിച്ചത് ദൈവം നൽകാൻ പോവാ. ഒന്നും കൂടെ കൈ കൊടുത്ത് പറഞ്ഞേ, അപേക്ഷിക്കണം. അതും കൂടെ ഒന്ന് പറഞ്ഞു. ദൈവം നിശ്ചയമായിട്ടും അപേക്ഷിച്ചതിനെ, ആക്ഷേപിച്ചതെന്നല്ല, അപേക്ഷിച്ചതിനെ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലും തരും. ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ 10-ാമത്തെ വാക്യത്തിൽ 9-ാമത്തെ വാക്യത്തിൽ തുടങ്ങുകയാണ്. എന്താണ് പറയുന്നത്? എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു എന്നല്ല, ഏറ്റവും മാന്യനായിരുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ ഏറ്റവും മാന്യനാണോ? മാന്യയാണോ? ആണോ? ആമേൻ.
ഇങ്ങനെ കാണാൻ പറ്റുന്നവരാണ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ഹല്ലേലൂയ. കേട്ടോ ആൽഫി, നീ ഏറ്റവും മാന്യനാണ്. ആമേൻ. പക്ഷേ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആ വാക്യം എഴുതി വെച്ചതെന്ന് വെളിപ്പാടിൽ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിലൂടെ പോയാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഹോളി സ്പിരിറ്റ് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം, ആ അമ്മയ്ക്ക് ആ മകൻ ഒരു വ്യസനമായിരുന്നു. അമ്മയ്ക്ക് വ്യസനമാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. സാധാരണ ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ പ്രസവ വേദന എന്ന് പറയുന്ന പെയിൻ, ഒരു കുഞ്ഞ് ഗർഭദ്വാരത്തിലൂടെ പുറത്തോട്ട് വരുമ്പോൾ അമ്മ നന്നായിട്ട് വേദനിക്കും. പക്ഷേ കുറച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞ് ആ പിഞ്ചോമനയുടെ മുഖം അമ്മ കണ്ടാൽ അമ്മയുടെ വേദന അമ്മ അങ്ങ് മറക്കും. കാരണം ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ, അതുവരെ അനുഭവിച്ച വേദന അമ്മ മറക്കുക. എനിക്ക് ആ വേദന വലുതല്ല, എൻ്റെ കുഞ്ഞ എനിക്ക് വലുത്. പക്ഷെ പ്രസവിച്ചിട്ട കുഞ്ഞിന്, ചരിത്രകാരൻ പറയുന്നത്, ബൈബിൾ ജ്ഞാനികൾ പറയുന്നത്, അവൻ്റെ ശരീരത്തിൽ ഘടനകൾക്ക് വ്യത്യാസം, അംഗവൈകല്യമുള്ളൊരു തലമുറ, സഹോദരന്മാരെ പോലെ അല്ലവൻ, ബുദ്ധിവൈഭവത്തിന്, അവൻ്റെ ശാരീരിക മേഖലയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു കുഞ്ഞ്. അതുകൊണ്ട് അമ്മ കുഞ്ഞിന് പേരിട്ടു വ്യസനപുത്രൻ എന്നർത്ഥമുള്ള എബേസ് എന്ന് പേരിട്ടു. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, തൻ്റെ മറ്റ് സഹോദരന്മാർക്ക് അമ്മ ആ പേരിടാതെ ഇവൻ ആ പേരിട്ടപ്പോൾ ഹോളി സ്പിരിറ്റ് എഴുതി, എന്തെഴുതി? ഇവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാണ്. പരിശുദ്ധാത്മാവ് ശാന്തമായൊരു ദൂത് പറയുകയാ, സഹോദരങ്ങളുടെ ഇടയിൽ, രക്തബന്ധങ്ങളുടെ ഇടയിൽ നിങ്ങളെ അപമാനിച്ചവർ നോക്കി നിൽക്കേ, ദൈവത്തിൻ്റെ ഹോണറിങ്, നിങ്ങളെ ദൈവത്തിൻ്റെ മാന്യത, ദൈവത്തിൻ്റെ ആദരവ്, ശുശ്രൂഷ മേഖലയിലായിക്കോട്ടെ, രക്തബന്ധങ്ങളുടെ ഇടയിലായിക്കോട്ടെ, നിന്റെ ലൈഫിൽ ഇന്ന് വരെ കാണാത്ത ഒരു ഡിവൈൻ ഹോണറിങ് വെളിപ്പെടുന്നുവെന്ന് I believe Lord, ഞാനും അത് സ്വീകരിക്കുന്നു. ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ ഈ ദൂതിന് ആമേൻ പറയണം. ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്. പാസ്റ്റർ പ്രസംഗിക്കുന്നുവെങ്കിലും എനിക്കും നിങ്ങളോടുമുള്ള ദൈവാലോചനയാണ്. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ദിനവൃത്താന്ത പുസ്തകം എഴുതിയ ദൈവഭക്തനെ കൊണ്ട് എഴുതിപ്പിച്ച പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ജീനിയോളജി എഴുതിയ കൂട്ടത്തിൽ എബേസിന്റെ പേര് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് കേറ്റി എഴുതി, ഇവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ. Come on! ഈ ദൂതൻ നിങ്ങളുടെ വീടിനകത്തോട്ട് ഇടിച്ചിറങ്ങുക. ഓർത്തു നോക്കിയാൽ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? Thank you, Jesus. ഒരു കാലത്ത് എൻ്റെ പേര് പറയുന്നത് പോലും ഞങ്ങളുടെ വീടിന് അപമാനമായിരുന്നു, എൻ്റെ ദേശത്തിന് അപമാനമായിരുന്നു. റെജി പാസ്റ്റർക്ക് കൂടുതൽ എന്നെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നത്. ഒരു കാലത്ത് ആരും എന്നോട് മിണ്ടത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ എളിയവൻ വീട്ടിലൊന്ന് വരാൻ അവർ കൊതിക്കുകയാണ്. വിളിച്ചാലൊന്ന് ഫോൺ എടുക്കാവോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഒരു ശബ്ദം, എൻ്റെ ഒരു വാക്കിന് വേണ്ടി ഇന്ന് പലരും വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ ഗുണമല്ല, എന്നെ ക്രൂശിലെ രക്തത്താൽ മാന്യനാക്കി മാറ്റിയ, എന്നെ ഡിവൈൻ ഹോണറിലേക്ക്, ആദരവിലേക്ക് വലിച്ചടിപ്പിച്ച എൻ്റെ യേശു അത്രേ അതിന് കാരണം. ഹല്ലേലൂയ. കാര്യം, ഏകജാതനായിരുന്ന എൻ്റെ യേശു ഇന്ന് ആദ്യജാതൻ എന്ന പദവിയിലേക്ക് വന്നു. ആദ്യജാതൻ എന്ന പദവിയിലേക്ക് യേശു വന്നപ്പോൾ ഞാനും അപ്പൻ്റെ മകനായി മാറി. യേശുവിനുണ്ടായിരുന്ന മുഴുവൻ അവകാശവും ക്രിസ്തുവിൽ എനിക്കും കൂടെ നേടി തന്നു. ഞാനങ്ങനെ, എനിക്ക് സ്പാർക്കിംഗ് ഇല്ലാതെ മെസ്സേജ് പറയാനാണ് ഞാൻ നിന്നത്. പക്ഷെ പറ്റുന്നില്ല. പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1:30 അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. 1:45 കർത്താവ് സഹായിക്കട്ടെ. മകളെ, എബേസ് ആരോടാ പ്രാർത്ഥിച്ചേ? പറ ജോയല്ലേ, പറ. പ്രിൻസ് മൊബൈൽ നോക്കാൻ പോണോ?
ജോയ്സ് ബ്രദർ ആരോടാ പ്രാർത്ഥിച്ചേ? ചിരിക്കാനല്ലോ പറഞ്ഞേ. ഭയങ്കരം. ആമേൻ. ഇസ്രായേലിന്റെ ദൈവത്തോട്. ആരാ ഇസ്രായേൽ? യാക്കോബാ ഇസ്രായേൽ. ആമേൻ. ഇസ്രായേലിന്റെ ദൈവം അഥവാ യാക്കോബിന്റെ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. ഇനി നിങ്ങൾ നോക്കിക്കേ, 4-ാം അധ്യായം ആ ഖണ്ഡികയുടെ 1-ാമത്തെ ലൈൻ എന്താ? 4-ാം അധ്യായം 1-ാമത്തെ ലൈൻ എനിക്കറിയാം. അത് യഹൂദയുടെ പുത്രന്മാർ. യഹൂദയുടെ പുത്രന്മാരുടെ ഗണത്തിലാണ് ആര് വരുന്നേ? എബേസ് വരുന്നേ. അങ്ങനാണെങ്കിൽ എബേസിന്റെ ദൈവം അഥവാ ഇസ്രായേൽ അഥവാ യാക്കോബിന്റെ ദൈവത്തോടാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഒന്ന് പിടിക്കാവോ? അനുഗ്രഹത്തെ ഒന്ന് ചാടി പിടിക്കാവോ? ഓ, നിന്റെ പ്രാർത്ഥനയുടെ ലെവല് മാറട്ടെ. കമോൺ. നിന്റെ പ്രാർത്ഥനയുടെ രീതി മാറാൻ പോകാം. നിന്റെ അപ്പന്റെ പദവി ഓർത്താൽ പ്രൈസ് പറഞ്ഞേ. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറ. പ്രൈസ്, സ്തുതി എന്നാണ് അർത്ഥം. യാക്കോബിന് 4-ാമതായി ദൈവം കൊടുത്ത മകനാണ് ആര്? യഹൂദ. 4-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. 4-ാമത്തെ വ്യക്തിയാണ് ആര്? യഹൂദ. പക്ഷേ യാക്കോബെ, നിനക്കിഷ്ടം ആരെയാ? റാഹേലിനെ. പക്ഷെ നിനക്ക് ഇഷ്ടമില്ലാത്തത് ആരാ? ലേയെ. ആ ലേയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചോ. വിശ്വസിക്കുന്നവർ മാത്രം ആ ദൂതനെ സ്വീകരിച്ചോ. എടാ, നിന്റെ കണ്ണിൽ നോക്കുമ്പോ നീ പല കുലം, ജാതി, കളറ്, പണമൊക്കെ നോക്കിയാലും എന്റെ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ഇന്ന് ചില ബാരിക്കേഡുകൾ ദൈവം പൊട്ടിക്കാൻ പോകുകയാ. ഈ ദൂത് ഭയങ്കരമായിട്ട് ഇടിച്ചു കയറുന്നു. നിന്നെ ലജ്ജിപ്പിച്ച് നടത്തിയവരുടെ നടുവിൽ, നിന്നെ ഇകഴ്ത്തിയവരുടെ മുൻപിൽ, നിന്നെ നോക്കാത്തവരുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ മാന്യനായി മാറ്റാൻ പോകുകയോ. കരമടിച്ച ആ ദൂത് എനിക്കുള്ളതാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ആ ദൂതിനെ ഏറ്റെടുത്തോ. നീ ബന്ധക്കോസുകാരി, നീ ബന്ധക്കോസുകാരൻ, നിനക്ക് മാന്യതയുണ്ടോ? നീ ഞങ്ങളുടെ വിഗ്രഹത്തെ വിട്ടെറിഞ്ഞില്ലേ? നീ ഞങ്ങളുടെ കുലത്തെ ആക്ഷേപിച്ചില്ലേ എന്ന് പറഞ്ഞവിടെ നടുവിൽ എന്റെ ദൈവം നിന്നെ തല ഉയർത്തി. യാക്കോബേ, നിനക്ക് ലേയ ഇഷ്ടമല്ലെങ്കിലോ ഇതാ യഹൂദ ഗോത്രത്തിലെ സിംഹം പുറത്തു വരാൻ ഒരു ഗോത്രത്തെ ജനിപ്പിക്കാം. സഹോദരന്മാരെക്കാൾ സഹോദരിമാരെക്കാൾ നിന്നെ മാന്യനാക്കി മാറ്റുന്ന ഒരു അഭിഷേകം ഇപ്പോൾ നിന്റെ ശരീരത്തിൽ വീഴുകയാ. സ്വർഗത്തിൽ ഒരുക്കിയ ചില കൂട്ട്, ചില സുഗന്ധവ്യഞ്ജനങ്ങൾ, ചില തൈലാഭിഷേകം ഇന്ന് പകലോ ഈ ആലയത്തിനകത്ത് അക്ഷരാർത്ഥത്തിൽ വിട്ടുകൊടുക്ക. നിന്നെ ആരാധന പിടിച്ചു വെച്ച് നീ ആരാധിക്കണ്ട. പരിശുദ്ധാത്മാവ് നിന്നെ ആ റലത്തിനകത്തോട്ട് കയറ്റി വിടുകയോ. പദവി മാറുന്നല്ലോ, ചിലരുടെ റേഞ്ച് മാറുന്നല്ലോ, ചിലരുടെ ലൈഫിൽ കിടക്കുന്ന ആത്മതലത്തെ അടുത്ത ഹയർ റാങ്കിങ്ങിലോട്ട് ആത്മാവ് എടുക്കുന്നു. ആർക്കും കൊടുക്കാത്ത സീക്രട്ടുകൾ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തോട്ട് ഇന്ന് ഡൗൺലോഡ് ചെയ്യുകയാ. ഹെവി പ്രസൻസ്. നീ ആള് മാറും. നിന്റെ അമ്മയ്ക്കും നിന്റെ അപ്പനും പോലും നിനക്കെതിരെ എഴുതിയ വിധിയെ തിരുത്തുന്നൊരു അഭിഷേകം, നിന്റെ കുടുംബത്തിലെ നിന്റെ രക്തബന്ധങ്ങൾ നിനക്കിട്ടതിനെ തിരുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം.
ആരെങ്കിലും കൈയടിക്കുന്നതും ആരെങ്കിലും അന്യഭാഷ പറയുന്നു നീ കണ്ടോണ്ടിരിക്കണ്ട. മകനെ, മകളെ, സഹോദര, സഹോദരി, പാസ്റ്റർ, ദൈവദാസി, അഭിഷക്തന്മാരെ, ഇത് നിനക്കുള്ള ദൂതാണ്. എന്റെ ദൈവം നിന്നെ മാന്യനാക്കി മാറ്റിയിരിക്കോ. നിന്റെ പേര് വരുമ്പോ പരിശുദ്ധാത്മാവ് പോലും ഒന്ന് നിൽക്കാൻ പോകുകയാ. നിന്റെ പേര് വരുമ്പോ പരിശുദ്ധാത്മാവ് പോലും നിനക്ക് വേണ്ടി നിന്ന് നിന്റെ ലൈഫ് എഴുതാൻ പോകുകയാ. കം ഓൺ, അടുത്ത തലമുറയ്ക്ക് എന്റെ ദൈവം നിന്നെ റോൾ മോഡലാക്കി മാറ്റിയിട്ട് അടുത്ത തലമുറയ്ക്ക് നിന്നെ പ്രദർശിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോകുകയാ. എന്റെ ദൈവം ഈ ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം വായിച്ചപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്റെ പേരിൽ ഒരു ദിനവൃത്താന്ത പുസ്തകമുണ്ട്. ഇപ്പോൾ 1:45 ദൈവം നിനക്ക് അപ്പോയിന്റ് ചെയ്ത ദൂതൻ അവിടെ ഇരുന്നോണ്ട് നിന്റെ പേരിലുള്ള ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്റെ മേൽ വെളിപ്പെടേണ്ടതാ. ആരോ ഫ്ലൈ ചെയ്യുന്നു, ആരോ ഭയങ്കരമായ സ്പിരിറ്റുവലത്തിൽ സഞ്ചരിക്കുന്നു. ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആത്മശക്തി, ഗുരുത്വാകർഷണ ബലത്തിന് പോലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതുപോലെ അടുത്ത ആത്മതലത്തിന്റെ എക്സാമിൽ നിനക്കൊരു ജയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗതലങ്ങളെ കാണാൻ. നീ ആള് മാറുന്നു. നിനക്ക് വേണ്ടി ദൂതന്മാർ സംസാരിച്ചു തുടങ്ങി. നിനക്ക് വേണ്ടി റിപ്പോർട്ടുകൾ സൈൻ ചെയ്ത് തുടങ്ങി. നിനക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ അടുത്ത തലങ്ങൾ ആത്മാവിൽ തുറന്നു തുടങ്ങി. നീ പോലും അറിയാതെ നിന്റെ പേര് ദൈവം ചിലരുടെ ഹൃദയത്തിൽ ഓർമ്മിപ്പിക്കാൻ പോകുകയാ. നിനക്ക് വേണ്ടത് എന്താണെന്ന്, നീ ആരാകണമെന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന കല്ല് പോലത്തെ പ്രതിസന്ധി പൊട്ടിക്കാൻ അടര ജല രഗദല ജലധര ബലധര ജല ഗടഗദര ജല മനധര ധര ജലധര ജല അടരഗദല ജല മനധര ഗദര ജല മധുര ജല രഗടഗ ദുനിഗദര ജുലി മടഗദര ജല മനദിനി ബിരി 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 അടര ജല മനഗദര ഗദന സ്മാർത്ഥല മനഗദര ജാലധാര ജാലധാര അർത്ഥലസ്മിയ പ്രമാസ്മിയ പ്രബാലി ആന്ധലേ. Thank you, Holy Spirit. ഇരുന്നാട്ടെ. 4 കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നില്ല, തൊട്ടുപോകുന്നു. 4 കാര്യങ്ങൾ അപേക്ഷിച്ചു. 1, എന്താണ്? നീ എന്നെ അനുഗ്രഹിക്കണമെന്നല്ല, നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. പിന്നെ പ്രാർത്ഥനയല്ലേ. പല പുതിയ നിയമ പ്രവാചകന്മാർക്കും ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുക, പക്ഷെ പറയാൻ മടിക്കരുത് അനുഗ്രഹത്തെ ഞാൻ പ്രാപിക്കുകയാണ്. നിൻ്റെ മേലത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരുടെ ബ്ലെസ്സിങ്സിനെ ഒന്ന് സ്വീകരിക്കണം. നീ ഭയങ്കര തലം ഇതിനകത്ത് തുറക്കുക കേട്ടോ. ഇതുവരെ ഓപ്പൺ ആകാത്തത് എല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി റീ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുക. ഈ വചനത്തിൽ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. നീ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. 2, എൻ്റെ അതിര് വിസ്താരമാക്കണം. മിനിസ്ട്രിയുടെ അതിര്, ഹല്ലേലൂയ. ഭൗതിക തലത്തിൻ്റെ അതിര്, നിന്റെ ക്യാരക്ടറിൻ്റെ അതിര് എൻ്റെ കർത്താവ് വിസ്താരമാക്കാൻ പോകുക. 3, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക്
3, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. റജി പാസ്റ്റർ ഇതാ പ്രസംഗിച്ച്, എഹെസ്കേലിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് തമ്പുരാൻ്റെ കൈ? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കും? ആരാ യഹോവയുടെ ഭുജം? ക്രിസ്തുവാ. യഹോവയുടെ ഭുജം ക്രിസ്തുവാണ്. അത് നമുക്ക് വെളിപ്പെട്ടിരിക്കും. 1, നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. 2, എൻ്റെ അതിര് വിസ്താരപ്പെടുത്തണം. 3, നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം. 4, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞു, എന്നെ കാക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞു, എന്നെ കാക്കണം. എല്ലാവരും പറഞ്ഞു, എന്നെ കാക്കണം. ഒരു ആക്സിഡൻറ്റോ ഒരു പ്രശ്നങ്ങളോ എനിക്കോ എൻ്റെ വീട്ടിലോ വരാതെ സ്വർഗത്തിൻ്റെ തീ മതിൽ കൊണ്ടെന്നെ കാക്കണം. അഗ്നി മതിൽ കൊണ്ടെന്നെ മറയ്ക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവ് തന്നെ എഴുതി വെച്ചിരിക്കുക, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് ദൈവം നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് 2 അഭിഷിക്തന്മാരിലൂടെ ഒരു കൺക്ലൂഷൻ മെസ്സേജായിട്ട് മാത്രം നിന്നതാണ്. പക്ഷെ എങ്കിലും അടുത്ത ബുധനാഴ്ച വരെ നാം കൂടി വരും വരെ ദൈവം നമ്മെ മറക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇടത്തും വലത്തും നിൽക്കുന്നവരുടെ പേരറിയാമെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അവരെ ഒന്ന് ബ്ലെസ് ചെയ്തുകൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ അവർ മാനസികമായി തകർന്നായിരിക്കാം വന്നത്, രോഗിയായിട്ടായിരിക്കാം വന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവരെ ഭരിക്കാം, വീടിനകത്ത് പല പ്രശ്നങ്ങളുണ്ടാകാം, ജീവിതത്തിൻ്റെ ഒത്തിരി പ്രതിസന്ധികളിൽ ഒരു ഉദ്ധാരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. കൊച്ചും പാസ്റ്റർ ആശീർവാദം പറയും. എല്ലാ കണ്ണുകളോടായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം 10:30 സമയം മുതൽ വളരെ പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവസാന്നിധ്യത്തിൽ ഇരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്ക് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുകയാണ്. നമ്മുടെ അഭിഷിക്തന്മാരെ മുഴുവൻ എൻ്റെ കർത്താവ് ഉപയോഗിച്ചല്ലോ. വലിയ ദൈവിക വെളിപ്പാടുകളെ, ദൈവിക അനുഗ്രഹങ്ങളെ ഈ പകൽ ഞങ്ങൾക്ക് തുറന്നു തന്നതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുകയാണ്. യഹോവയുടെ കൈ എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം വ്യസന കാരണമാക്കാതെ എന്നെ കാക്കണമേ എന്ന് ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ച വെളിപ്പാട് പോലെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽ വിശ്വസിക്കുന്നു. കൈ ഞങ്ങളുടെ കൂടെ വരാൻ പോകുകയാണ്. യഹോവയുടെ കൈ ഞങ്ങളുടെ കൂടെ